പക്ഷേ ഫ്രാൻസ് സെപ്റ്റംബർ 8 ഒരു നിർണായക തീരുമാനം എടുക്കുകയാണ്. അതായത് അവിടുത്തെ പ്രതിപക്ഷം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നുണ്ട്. ആ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് അവിടെ ഈ സാമ്പത്തിക ബജറ്റ് വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. പക്ഷേ ഇതിന്റെ ആത്യന്തികമായ ഒരു രീതി ഇപ്പോൾ ഒരു ആഭ്യന്തര കലകം പോലെ ഫ്രാൻസിൽ ഉടലെടുത്തിരിക്കുന്നത് പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണം എന്നുള്ള കാര്യം ഫ്രാൻസ് ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കാൻ പോവുകയാണ്. ഫ്രാൻസിനൊപ്പം ഓസ്ട്രേലിയയും കാനഡയും ബ്രിട്ടനും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെ നിശ്ചിതമായി എതിർക്കുകയാണ് ഇസ്രായേൽ. നമ്മൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ പോലും ഇത് ബാധിക്കും എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇസ്രായേലിന്റെ മറ്റൊരു ശത്രുത കൂടി ഫ്രാൻസ് ഏറ്റുവാങ്ങുകയാണോ, അല്ലെങ്കിൽ മറ്റൊരു ശത്രു കൂടിയായി മാറുകയാണോ ഫ്രാൻസ്? അല്ല, ഗസയിൽ നടക്കുന്ന ഇപ്പോഴത്തെ കൂട്ടക്കുരുതി അതിനോട് ഒത്തുചേർന്ന് നിൽക്കാനായിട്ട് ലോകരാഷ്ട്രങ്ങൾക്ക് വിമുഖതയുണ്ട്. കാരണം ഇങ്ങനെ കൂട്ടക്കുരുതി നടക്കുന്നത് ശരിയാണോ? കാരണം ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകളുടെ നിറകയിലാണ് ബോംബ് വന്ന് വീഴുന്നത്. ഇത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ശരിയല്ല എന്ന അഭിപ്രായമായിരിക്കും പൊതുവെ എല്ലാവരും പറയുന്നത്. പിന്നെയാണല്ലോ അവരുടെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ, അതിൻ്റെ അന്തർധാരകളൊക്കെ വേറെ കിടക്കുന്ന കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കൊക്കെ തീരുമാനം എടുക്കാൻ പറ്റും. ഇപ്പോൾ ഫ്രാൻസിലിപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാട്, ഇമാനുവൽ മാക്രോൺ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവന്ന് ലോകത്ത് സമാധാനമുണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം പലസ്തീൻ നേരത്തെ ഉണ്ടായിരുന്നു. ആ പലസ്തീൻ എന്ന് പറയുന്നത് ഒരു അംഗീകൃത രാഷ്ട്രമായിട്ട് മാറുകയും ഈ കൂട്ടക്കൊലകളും അതേപോലെ തന്നെ അക്രമങ്ങളൊക്കെ അവസാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ നന്നായിരിക്കും എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് അവരുടെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ആത്യന്തികമായിട്ട് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവരെ എത്താനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം PLOൻ്റെ കാലം മുതലേ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സാധനം രൂപപ്പെടുത്തി. അന്ന് യാസർ അറാഫത്ത് അതുമൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇവരെല്ലാം അതിനെ സഹായിച്ചിരുന്നതാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ സ്വഭാവം മാറി ഹമാസ് വന്നു. ഹമാസ് വലിയ തരത്തിൽ തീവ്രവാദികളായി മാറിത്തീർന്നു. തീവ്രവാദ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇടക്കിടക്കുള്ള അക്രമങ്ങൾ, ഇതൊക്കെ വന്ന സമയത്ത് പിന്നെ പൊതുവെ ലോകത്തിൻ്റെ അഭിപ്രായം ഹമാസിനെതിരായിട്ട് മാറിത്തീർന്നു. അങ്ങനെയാണ് ഇസ്രായേലിന് ശരിക്കും അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള അഭിപ്രായ രൂപീകരണം വന്നത്. പക്ഷേ വീണ്ടും അവിടെ ഇപ്പോൾ അതായത് ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടാവുകയും ഹമാസ് ഏതാണ്ട് അടിച്ചുടക്കപ്പെട്ടു എന്ന് കരുതപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ വീണ്ടും എന്തിനാണ് ഇസ്രായേൽ ഈ ഗസയിൽ ഇത്തരത്തിൽ അക്രമങ്ങൾ നടത്തുന്നതെന്നുള്ള ചോദ്യത്തിന് കൂടുതൽ ശക്തി ഉയർന്നിരിക്കുന്നൊരു സമയമാണ്. ആ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് എന്നെനിക്ക് തോന്നുന്നു ഫ്രാൻസ് ഇതിൽ ഇടപെടാനും പലസ്തീൻ സ്വതന്ത്രമായിട്ടുള്ള രാഷ്ട്രമായി നിൽക്കട്ടെ അത്തരത്തിലൊരു പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ധന്യ പറയുമ്പോൾ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിനകത്തുള്ള ഒരു ആഭ്യന്തര പ്രശ്നം എന്ന നിലക്കാണ് പറയുന്നത്. കാരണം അവിടെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെടുന്നു. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെടുന്നത് അവിടുത്തെ സാമ്പത്തിക ബഡ്ജറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ളത് ശരിയാണ്. എങ്കിലും അതിനിടക്ക് ഈ വിഷയം കൂടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതായത് പുതപ്പിനുള്ളിൽ കുന്തം ഒളിപ്പിച്ചു വെച്ചതുപോലെ ഈ വിഷയം പതുക്കെ പാർലമെൻറ്റിലേക്ക് വരികയും അത് വോട്ടെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫ്രാൻസ് തീർച്ചയായിട്ടും ഐക്യരാഷ്ട്രസഭയിൽ ഈ സ്വതന്ത്ര പലസ്തീൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഇത് മനസ്സിലാക്കിയിട്ടാണ് നെതന്യാഹു പറഞ്ഞു, ഒരു കാരണവശാലും ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടിയായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾക്ക് എതിർക്കേണ്ടതായിട്ട് വരും. നിങ്ങളെ ഞങ്ങൾ ശത്രുസ്ഥാനത്ത് അടയാളപ്പെടുത്തും. അത് വേണോ വേണ്ടേ എന്ന് ഫ്രാൻസ് പര്യാലോചിക്കണം എന്നൊരു മെസ്സേജ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇസ്രായേൽ നിരത്തി അടിക്കുകയാണ് ചുറ്റുമുള്ള അവർക്കെതിരായിട്ട് എന്ത് സ്റ്റെപ്പ് ആരെങ്കിലും എടുത്താൽ ആ രാഷ്ട്രങ്ങൾക്കെതിരെ നടപടി എന്ന നിലയിലേക്കാണ് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ യൂറോപ്പ് വിദേശകാര്യമന്ത്രി അദ്ദേഹം ജീൻ നോയൽ ബാരോ അദ്ദേഹമാണ് ഇപ്പോൾ ഈ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അല്ലെങ്കിൽ ഞങ്ങളത് ഐക്യരാഷ്ട്രയിൽ അവതരിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയായ ഫ്രാൻസ്വ ബെയ്റൂൽ അവര് ഈ സർക്കാരിന്റെ പക്ഷത്താണെങ്കിൽ പോലും അവർ ഈ അവിശ്വാസ പ്രമേയത്തിൽ നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ വിദേശ നിയമം അനുസരിച്ച് പ്രസിഡന്റിനാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. അപ്പോൾ പ്രസിഡന്റായ ഇമാനുവൽ മാക്രോൺ പറയുന്നത് ഞങ്ങൾ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അവർക്ക് ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാകണം. എപ്പോഴും അവിടെ ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് ഈ അതിർത്തികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്ത് അവർ രാജ്യം വിട്ട് ഓടേണ്ട അവസ്ഥ ഇനി ഉണ്ടാകരുത്. അതുകൊണ്ട് ഞങ്ങൾ
പലസ്തീനോടൊപ്പമാണ്, ഗാസയ്ക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുമ്പോഴും ഇസ്രായേൽ പറയുന്നത് നിങ്ങൾ ഭീകരർക്ക് നൽകുന്ന സമ്മാനമാണ് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമെന്ന് പറയുന്നതിലൂടെ ഞങ്ങൾ അർത്ഥമാക്കുന്നത്. ഇത് ഞാനും നിങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടാക്കും. അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എന്നാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ പലസ്തീനോടൊപ്പം ഇറാനോടൊപ്പം നിന്ന് ഇറാനെ വെല്ലുവിളിക്കുന്ന ഇസ്രായേൽ ഫ്രാൻസിനെ വെല്ലുവിളിക്കാൻ സാധ്യതയില്ലേ? അല്ല, വെല്ലുവിളി എല്ലാ രാഷ്ട്രങ്ങൾക്കെതിരെ അവർ ഉയർത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ നമ്മൾ കണക്കാക്കുന്നത്. കാരണം അതൊരു സമ്മർദ്ദ തന്ത്രമാണ്. ഒരു കാരണവശാലും പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടാകരുത് എന്നത് ഇസ്രായേലിൻ്റെ ഈ അടുത്ത കാലത്ത് രൂപപ്പെട്ട വലിയ ഒരു കാഴ്ചപ്പാടാണ്, തീരുമാനമാണ്. നേരത്തെ എനിക്ക് തോന്നുന്നത് ഈ ഹമാസിൻ്റെ ആക്രമണം വരുന്നതിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഇടക്കിടക്ക് ഈ പലസ്തീനെ ആക്രമിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് മാത്രമേ അവർ വിചാരിച്ചിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു കാഴ്ചപ്പാട് മൊത്തം മാറുകയും പലസ്തീനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റണം എന്നാണ് അവരുടെ ആഗ്രഹം. അത് ഏതാണ്ട് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കുറേ ജനങ്ങളുണ്ട് എന്നല്ലാതെ അതൊരു രാഷ്ട്രമാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ചില കൺസെപ്റ്റുകളുണ്ട്. ഒന്ന്, വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരിക്കണം, ജനസംഖ്യ ഉണ്ട്, അതുണ്ട് അവിടെ. രണ്ടാമത്തെ കാര്യം, അതിനൊരു അതിർത്തി വേണം, അതിർത്തിയില്ല. മൂന്നാമത്തെ കാര്യം, അതിന് പരമാധികാര രാഷ്ട്ര സ്വഭാവം ഉണ്ടാവണം. പരമാധികാരമില്ല, ഒരു അധികാരമില്ല. അപ്പോൾ അതുകൊണ്ട് പലസ്തീൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ആധുനിക കാലത്തെ രാഷ്ട്രസങ്കല്പത്തിനകത്ത് ഇപ്പോൾ ഇല്ല. അതുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനി പുതിയ രീതിയിൽ നിർമ്മിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. അതിനാണ് ഐക്യരാഷ്ട്രസഭയിൽ അത്തരത്തിലുള്ള പ്രമേയം കൊണ്ടുവരിക. പ്രമേയം കൊണ്ടുവന്നതിൻ്റെ പേരിൽ മാത്രമൊന്നും പലസ്തീൻ യാഥാർത്ഥ്യമാകാനായിട്ട് പോകുന്നില്ല. പലസ്തീൻ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം വേണം. ആ ഘടകങ്ങൾ അതിനെ ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ, എങ്കിലേ അതങ്ങനെ ആക്കാൻ പറ്റുള്ളൂ. അതിന് ഇസ്രായേലിൻ്റെ അനുവാദം ആവശ്യമാണ്. കാരണം ഇതിപ്പോൾ ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രംപിൻ്റെ കസ്റ്റഡിയിലിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും തീരുമാനിച്ചാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു യാഥാർത്ഥ്യവൽക്കരണം, റിയലൈസേഷൻ ഓഫ് എ സ്റ്റേറ്റ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാവണമെങ്കിൽ അങ്ങനെ തന്നെ നടക്കേണ്ടതുണ്ട്. അത് നടക്കുമോ? ഫ്രാൻസ് അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മാനുവൽ മാക്രോൺ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഐക്യരാഷ്ട്രസഭയിലേക്ക് പ്രമേയം വരും, മിക്കവാറും തന്നെ വീറ്റോ ചെയ്യപ്പെടും. വീറ്റോ പവർ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം ഇതൊന്നും നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവരതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുകയാണ് എന്നതേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ആ പരിശ്രമത്തിൻ്റെ കാരണം പോലും ഒരുപക്ഷെ ഫ്രാൻസിൽ നിലനിൽക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷത്തിൻ്റെയും വൈരുദ്ധ്യത്തിൻ്റെയും പ്രശ്നമായിരിക്കാം. പക്ഷേ ഈ യഥാർത്ഥത്തിൽ പലസ്തീനിലെ ജനങ്ങൾ കുറേ യാതനകൾ അനുഭവിക്കുന്നുണ്ട്. കാരണം അവർക്ക് അവരുടേതെന്ന് പറയാൻ ഒരു രാജ്യമില്ല. ഇപ്പോൾ യുദ്ധമുണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പട്ടിണി കിടക്കേണ്ടതും പലായനം ചെയ്യേണ്ടതും ഒക്കെ അവരാണ്. അപ്പോൾ അവരും ആഗ്രഹിക്കില്ലേ തങ്ങൾ ഈ അവിടെയും ഇവിടെ ഇല്ലാതെ അവിടെ ചെന്നാൽ അടികിട്ടും, ഇവിടെ ചെന്നാലും അടികിട്ടും, നടുക്ക് നിന്നാലും അടികിട്ടും, ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ തങ്ങൾക്കൊരു രാഷ്ട്രം വേണമെന്ന് ആ ജനത ആഗ്രഹിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയുമോ നമുക്ക്? അല്ല, പലസ്തീൻ ജനതയുടെ ആഗ്രഹം എന്ന് പറയുന്നത് സ്വതന്ത്ര പലസ്തീൻ തന്നെയാണ്. അതവരുടെ സ്വപ്നമാണ്. ഇന്ന് മാത്രമല്ല എന്നും. നമ്മളെപ്പോഴും ഇതിനകത്ത് പ്രോജ്വലമായിട്ടുള്ള രീതിയിൽ കാണാൻ കഴിയുന്നത് ഈ യാസർ അറാഫത്തിൻ്റെ ഒരു കാലം മാത്രമാണ്. അത് കഴിഞ്ഞാൽ എപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ദുരിതപൂരിതമായിട്ടുള്ള കാലങ്ങളാണ് ഉള്ളത്. അത് അകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ അവരെ ആക്രമിക്കുന്നു. അവർ അക്രമത്തിന് വിധേയമായി ജീവിക്കേണ്ട ഒരു ജനതയെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്തിൻ്റെ കണ്ണീരായി യഥാർത്ഥത്തിൽ ഈ പലസ്തീൻ ജനത മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ആഗ്രഹം അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ആരും വേണ്ട. ഹമാസിനൊന്നും അവർ ആവശ്യപ്പെടുന്നില്ല. ഹമാസ് വേണ്ട, ആരും വേണ്ട, ഞങ്ങൾക്കൊന്ന് ജീവിക്കാനായിട്ടുള്ള അനുവാദം തരൂ എന്നാണ് അവർ ലോകത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫ്രാൻസിൻ്റെ ഈ ഉദ്യമം വേണമെങ്കിൽ ജീവകാരുണ്യപരമായ ഒരു കാഴ്ചപ്പാട് കൂടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം.